എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ദോശ വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ നമ്മൾ അരച്ചു വെച്ച് ഉടനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അതുപോലെ തന്നെ ഈ ദോശ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ തയ്യാറാക്കാനായിട്ട് രാത്രിയിൽ കുറച്ച് അരി ഒന്ന് വെള്ളത്തിലിടണം. അത്ര ജോലി മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. അധികം താമസിയാതെ ഈസി ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 വലിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവാളയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു സവാള എടുക്കാം. പിന്നെ വേണ്ടത് 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വലിയ തക്കാളി, പിന്നെ ഒരു 5 വറ്റൽമുളക്. ഇത് കാശ്മീരി വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞതാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് ഫ്രൈ ആക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമുളക് ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ദോശയ്ക്ക് നല്ല കളർ കിട്ടും. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വലിയ 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് കുക്കാകണം. അപ്പോഴാണ് ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ തക്കാളി വേണമെങ്കിൽ പച്ചയ്ക്ക് അരച്ച് ചേർക്കാം, പക്ഷേ അതിന് അത്ര ടേസ്റ്റ് ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരി തലേദിവസം തന്നെ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ മതിയാകും ഈ പച്ചരി കുതിർന്ന് കിട്ടാനായിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ രാവിലെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രിയിൽ തന്നെ അരി കുതിർക്കാനായിട്ട് ഇടുക. അപ്പോൾ പച്ചരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയാണ്. മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസാകേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കുറുകിയിട്ടാണ് ഈ മാവുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുമ്പോഴുള്ള പരുവത്തിൽ നിങ്ങൾ മാവ് തയ്യാറാക്കിയെടുക്കുക. ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി ചൂടായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് തളിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എണ്ണയിലൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് മുക്കിയിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ദോശകളാക്കി എടുക്കാവുന്നതാണ്. ഈ ദോശ തിന്നായിട്ട് പരത്തുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ദോശയിൽ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. നിങ്ങൾ കഴിക്കാൻ നേരം ഇത് ചൂടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെയും രാത്രിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. അപ്പോൾ ഒരു ദോശ കൂടി ഞാനിങ്ങനെ ചുട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ദോശമാവ് കല്ലിലേക്ക് ഒഴിക്കുമ്പോൾ കല്ലിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിക്കുക. അതിനാണ് നമ്മൾ ഈ വെള്ളം തളിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ കുറച്ചുകൂടെ തിന്നായിട്ടാണ് പരത്തിയിട്ടുള്ളത്.
ഈ ദോശയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ തേങ്ങാ ചട്നിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.